മനസ്സിലായില്ല. ഞാൻ ഇതുവരെ കേട്ടതിൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ്. നിങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോ. അതായത് എൻ്റെ ഒരു ചിന്താഗതി, നമ്മൾ റിവേഴ്സ് ഓർഡറില്ല ഈ രണ്ട് പ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ന്യായപ്രമാണം ഒരു ഡൗൺഗ്രേഡഡ് വെർഷൻ ആദ്യം കിട്ടി, അതിനുശേഷം പുതിയ നിയമം ഒരു അപ്ഗ്രേഡഡ് വെർഷൻ കിട്ടുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചർച്ച ഇവിടെ നടന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു പ്രമാണം എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അത് മനുഷ്യൻ്റെ മനസാക്ഷിയുടെ പ്രമാണമാണ്. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ വന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ദാവീദിനെ ന്യായപ്രമാണ പ്രകാരം ലഭിക്കപ്പെട്ട കൽപ്പനകളിലൂടെ ഒരിക്കലും ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. കാരണം എഴുതപ്പെട്ട ആ കൽപ്പന കോമ്പൈറ്റബിൾ അല്ല ദാവീദ് ചെയ്ത കുറ്റകൃത്യമായിട്ട്. പക്ഷേ ദൈവം ദാവീദിൻ്റെ മനസാക്ഷി ഉണർത്തിയാണ് ദാവീദിനെ ന്യായം വിധിച്ചത്. എന്നാൽ ദാവീദിന് ന്യായപ്രമാണം എന്ന എഴുതപ്പെട്ട ഒരു ലീഗൽ നിയമം ലഭ്യമായിരുന്നു താനും. എന്നാൽ ഇതേ കാര്യം ന്യായപ്രമാണം ലഭ്യമല്ലാത്ത കോമൺ മാൻ, അതായത് യഹൂദന്മാരല്ലാത്ത സാധാരണക്കാരെ മനുഷ്യരിലേക്ക് വന്നാലും ഈ മനസാക്ഷിയുടെ ന്യായപ്രമാണം, ദാവീദിനെ എന്താണോ കുറ്റം വിധിച്ചത് അതേ മനസാക്ഷി ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് ന്യായപ്രമാണത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാ മനുഷ്യരിലുമുണ്ട്. ന്യായപ്രമാണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർക്കും ലോകത്തിലെ സകല മനുഷ്യർക്കുമുണ്ട്. ന്യായപ്രമാണ കാലഘട്ടത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ കാലഘട്ടത്തിൽ യഹൂദന്മാർക്കും നമുക്കും ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള പ്രമാണമാണ്. യഥാർത്ഥത്തിൽ ഇതാണ് മനുഷ്യൻ്റെ ഇന്നേറ്റ് എബിലിറ്റിയിൽ, അവനിലുള്ള ഗോഡ് കോൺഷ്യസിൽ, അവൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന പ്രമാണം. ഈ പ്രമാണത്തിൽ നിന്ന് ഒരു കാലത്തും ഒരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് യഹൂദന്മാർക്ക് ന്യായപ്രമാണം കൊടുത്തു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ലീഗലൈസ് ചെയ്ത ഒരു ക്രമസമാധാന പരിപാലനം ഉണ്ടാകണം, ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാകണം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകൻ ഭൂമിയിലേക്ക് അവതരിക്കപ്പെടുന്നത് വരെയും ഭൂമിയിൽ ദൈവിക ഉദ്ദേശങ്ങൾ നിവർത്തിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ ഒരു ശിശുപാലകനെ കൊടുത്തത്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം എല്ലാ കാലത്തും, അതായത് മനുഷ്യരിലേക്ക് ആ ഗോഡ് കോൺഷ്യസ്, മനുഷ്യ മനസാക്ഷി കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ നന്മ ചെയ്യണം, മനുഷ്യൻ പരോപകാരികളായിരിക്കണം, മനുഷ്യൻ പൊതുസമൂഹത്തിന് കൊള്ളാവുന്നവനായിരിക്കണം, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം, തൻ്റെ മക്കളായ എല്ലാ മനുഷ്യരെയും പരസ്പരം സ്നേഹിക്കണം. ഇത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. എല്ലാ കാലത്തും ഇത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ വീണുപോയത് കൊണ്ട് എന്താ സംഭവിച്ചത്? മനുഷ്യൻ ഒരു കടക്കാരനായിട്ട് മാറി. എങ്ങനെ കടക്കാരനായിട്ട് മാറി? ഏകമനുഷ്യൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും കയറിയതുകൊണ്ട് പാപത്തിനും മരണത്തിനും ചെയ്യുന്ന അകൃത്യത്തിനനുസരിച്ച്, പാപത്തിനനുസരിച്ച് മനുഷ്യൻ്റെ മേൽ ക്ലെയിം വന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ പറയുന്ന പുതിയ പ്രമാണത്തിൽ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിലൂടെ മനുഷ്യന് ലഭിക്കപ്പെട്ട ഏറ്റവും സവിശേഷമായ കാര്യം, ഈ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കാത്ത വിധത്തിൽ അവന് ദൈവത്തോടൊപ്പം നടക്കാനും ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിക്കാനും തക്കവണ്ണം അവനെ ആത്മാവിൻ്റെ പ്രമാണമാക്കി മാറ്റിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ വസിക്കുന്ന ഒരു ആത്മാനുഭവത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടു. അതോടൊപ്പം യേശു ചെയ്ത മറ്റൊരു കാര്യമാണ്, പാപത്തിന് മനുഷ്യരുടെ മേലുള്ള കർത്തൃത്വത്തെ കൂടെ ക്യാൻസൽ ചെയ്തു. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം, പഴയ നിയമ കാലഘട്ടവും പുതിയ നിയമ കാലഘട്ടവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സവിശേഷമായിട്ട് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് പഴയ നിയമത്തിൽ പാപത്തിന് മനുഷ്യൻ്റെ മേൽ കർത്തൃത്വം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ മേൽ പാപത്തിന് കർത്തൃത്വം ഇല്ല. അതിൻ്റെ അർത്ഥം എന്തും ചെയ്ത് എങ്ങനെയും ജീവിക്കാമെന്നല്ല, പകരം അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മുടെ എബൻ ബ്രദർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, പുതിയ പ്രമാണം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതാണ്, പഴയ പ്രമാണം കല്ലിൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ കല്ലിൽ എഴുതപ്പെട്ട പ്രമാണം എഴുതപ്പെട്ട രീതിയിൽ മാത്രം ആപ്ലിക്കബിൾ ആയപ്പോൾ പുതിയ പ്രമാണം എൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലിരിക്കുകയാണ് ആ പ്രമാണം. എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ ഇൻബോൺ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നേറ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ യഹൂദന്മാർക്ക് ആപ്ലിക്കബിൾ ആയതിൻ്റെ 10 മടങ്ങ് ആപ്ലിക്കബിൾ ആണ് എനിക്ക് ഈ പ്രമാണം, അല്ലെങ്കിൽ മനസാക്ഷിയുടെ പ്രമാണം എനിക്ക്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്താലും ചിന്തകൾ പോലും എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു പരിഹരിച്ചത്? പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടന്നാൽ എനിക്ക് പാപത്തെ അതിജീവിക്കാൻ സാധിക്കും, എനിക്ക് പാപത്തിൻ്റെ ചിന്തകളെ അതിജീവിക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം വിശുദ്ധൻ പരിപൂർണ്ണ പരിശുദ്ധിയിലേക്ക് വരാൻ പറ്റുമെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ ആകാൻ പറ്റില്ല. അതിനെ പരിഹരിക്കാനാണ് യേശു എന്ത് ചെയ്തത്? കർത്തൃത്വം എടുത്ത് മാറ്റിയത്. ഇന്ന് നമുക്ക് കാര്യമുള്ളത് കർത്താവ് യേശുക്രിസ്തുവിനോടാണ്. അതല്ലാതെ ലോകത്തിൻ്റെ പ്രഭുവിന് വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, പാപത്തിന് എന്നെ വന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല, മരണത്തിനും ഡയറക്റ്റ് എന്നെ വന്ന് ഒരു കളിയും കളിക്കാൻ പറ്റില്ല. പകരം ഇവർക്ക് എല്ലാവർക്കും യേശുവിൻ്റെ അടുത്ത് പോകാം. ഞാൻ പോകുന്നതും യേശുവിൻ്റെ അടുത്താണ്. അപ്പോൾ യേശുവുമായിട്ടുള്ളൊരു കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ഒരു ആക്റ്റീവ് ഫെലോഷിപ്പിലൂടെ ജീവിക്കുമ്പോൾ ഈ പറയുന്ന പ്രമാണം, പഴയ നിയമ പ്രമാണം യഹൂദന്മാർക്ക് ആപ്ലിക്കബിൾ ആയതിൻ്റെ 10 മടങ്ങല്ല 1000 മടങ്ങാണ് ഈ മനസാക്ഷിയുടെ പ്രമാണം എനിക്ക് ആപ്ലിക്കബിൾ ആണെങ്കിലും ആ പ്രമാണത്തോട് എനിക്ക് നീതി പുലർത്താൻ സാധിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഞാൻ ജീവിക്കണമെന്നാണ് കർത്താവായ യേശുക്രിസ്തു എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ 1000 മടങ്ങല്ല 10000 മടങ്ങ് ആപ്ലിക്കബിൾ ആണെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ഇനി പാപം ചെയ്താലോ, യോഹന്നാൻ പറയുകയാണ്, പാപം ചെയ്താലോ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥൻ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പക്ഷപാതം ചെയ്യും. കാരണം നേരത്തെ പാപത്തിനായിരുന്നു കർത്തൃത്വം, നേരത്തെ മരണത്തിനായിരുന്നു കർത്തൃത്വം, ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യസ്ഥനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പാപം ചെയ്താലോ, ഈ പറയുന്ന പ്രമാണം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, മനസാക്ഷിയുടെ പ്രമാണം അറിഞ്ഞോ അറിയാതെ ചെയ്ത ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് കാര്യമുള്ളത് യേശുവിനോടാണ്, ലോകത്തിനോടോ പിശാചിനോടോ പാപത്തോടോ അല്ല. യഥാർത്ഥത്തിൽ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്.